യോഗത്തിൻ്റെ ഉദ്ഘാടക ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ സുനിതാരൻ, ഗുരുവായൂർ MLA ശ്രീ NK അക്ബർ, നാട്ടിക MLA ശ്രീമതി ഗീതാവതി, വൈസ് ചെയർമാൻ ശ്രീ KK ജ്യോതിരാജ്, മറ്റു ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മെമ്പർമാരെ, മറ്റു സംഘടനാ ഭാരവാഹികളെ, ഗുരുവായൂർ നിവാസികളെ, സുഹൃത്തുക്കളെ, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ഇവിടെ രവി പറഞ്ഞു കഴിഞ്ഞു. ഞാനിത് ആവർത്തിക്കുന്നില്ല. വർഷങ്ങളായി പല പരിപാടികളും ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തിക്കൊണ്ട്, അത് മർച്ചൻ്റ് അസോസിയേഷൻ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യാപാര സംഘടന എന്നാണ് അറിയപ്പെടുന്നത്. അത് വ്യാപാരികളുടെ സ്വന്തം മെമ്പർമാരായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് പുറമെ ഗുരുവായൂരിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ ചേംബർ ഓഫ് കൊമേഴ്സ് അതിന് ഇടപെടാറുണ്ട്. അതിന് ഗുരുവായൂർ MLA ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഒക്കെ നമ്മളുമായി സഹകരിച്ച് നമ്മൾ ഗുരുവായൂരിൻ്റെ ആവശ്യങ്ങൾ പറയുകയും അവരതിനുള്ള നിർദ്ദേശങ്ങൾ തന്ന് നമ്മളതിനെ ബന്ധപ്പെട്ടവരായൊക്കെ സംസാരിച്ച് പല വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ ഈ 5 MLA ഗുരുവായൂരിൽ ബന്ധപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്. ഗുരുവായൂർ MLA നമുക്കറിയാം, ഗുരുവായൂർ MLA ആണ്. നാട്ടിക MLA എന്ന് പറയുമ്പോൾ ഗുരുവായൂരിൽ വീടുള്ള ആളാണ്. വത്സരാജും ഗുരുവായൂർ താമസിക്കുന്ന ആളാണ്. ശ്രീ ബൽറാമിൻ്റെ അച്ഛൻ്റെ വീട് ഗുരുവായൂരാണ്. അതുപോലെ മണലൂർ MLA എന്ന് പറയുമ്പോൾ മണലൂർ തൈക്കാട് പ്രദേശം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ പെടുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ 5 പേരെ നമ്മളിവിടെ ആദരിക്കാൻ തീരുമാനിച്ചത്. അതിൽ 2 പേര് നമുക്ക് ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. അതിലും മാക്സിമം സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയൊരു യോഗം, ഇങ്ങനെയൊരു ചടങ്ങ് വേണമെന്ന് നമ്മൾ മീറ്റിങ്ങിൽ ആലോചിച്ചപ്പോൾ ഏതായാലും അത് വളരെയധികം ആവശ്യമുള്ളതാണെന്ന് നമുക്ക് തോന്നുകയും ഗുരുവായൂരിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അവരുടെ മുന്നിൽ ആവശ്യപ്പെടുകയും, കാരണം നമുക്ക് ഗുരുവായൂരിൽ നമുക്ക് എന്തായാലും ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് ഗുരുവായൂരിൽ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം പല ഗുരുവായൂർ ദേവസ്വം അക്വസിഷൻ പരിപാടികൾ, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ പല പ്രൊജക്റ്റുകൾ, അതിനൊക്കെ ഗുരുവായൂർ നമ്മളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുരുവായൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അങ്ങനെ ഒരു രൂപീകരിക്കുകയാണെങ്കിൽ തന്നെ അത് ഗുരുവായൂർ MLA അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും കൂടി സഹകരിച്ച് ഗുരുവായൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കി അതിന് നേതൃത്വം നൽകി ഗുരുവായൂരിൽ മാസ്റ്റർ പ്ലാനോടുകൂടെ ഗുരുവായൂരിൽ ഇനി വരുന്ന വികസനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട്, കാരണം പല നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നതാണ് ഗുരുവായൂരിലെ അക്വസിഷൻ അമ്പലത്തിന് ചുറ്റും അക്വയർ ചെയ്യുന്ന സ്ഥലങ്ങളെടുത്തിട്ട് ചില കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമായി വന്നിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ അങ്ങനെ കെടുക്കുന്ന അവസ്ഥയാണ്. അപ്പം അതിനൊരു അറുതി വരുത്താൻ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിനോടനുബന്ധിച്ച് അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗുരുവായൂരിലെ പല സ്ഥാപനങ്ങളും കച്ചവടക്കാരും അതുപോലെ തന്നെ ലോഡ്ജ് ഉടമകൾക്കൊക്കെ ഒരു ഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് നമ്മൾ എപ്പോഴും എല്ലാ സംഘടനകളും, ചേംബർ ഓഫ് കൊമേഴ്സ് മാത്രമല്ല ഗുരുവായൂരിലുള്ള മിക്ക സംഘടനകളും ആവശ്യപ്പെടുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ ഗുരുവായൂരിൽ വേണമെന്ന് തന്നെയാണ്. അത് ഈ യോഗത്തിന് എല്ലാവരും സാക്ഷി നിർത്തിക്കൊണ്ട് MLA നമ്മൾ അത് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അത് അദ്ദേഹമൊക്കെ പല മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്, ദേവസ്വവുമായിട്ടും മന്ത്രിമാരുമായിട്ടുമൊക്കെ പല മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് അതിനൊരു മാസ്റ്റർ പ്ലാനോട് കൂടെ ഗുരുവായൂരിലെ വികസനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്, വളരെ സന്തോഷം. നമ്മൾ അധികം നീട്ടുന്നില്ല, ഇനി ആളുകളുണ്ട്. അതുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ഗുരുവായൂർ മുനിസിപ്പൽ ചെയർപേഴ്സണെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.